ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ സീരീസിന് തുടക്കം കുറിക്കുകയാണ്. എക്സ്പ്ലോറിംഗ് യൂണി ഇന്ത്യ. ഞാനിപ്പം മാംഗ്ലൂരാണുള്ളത്, കർണാടകയിൽ. മാംഗ്ലൂർ ഓൾമോസ്റ്റ് 7 മെഡിക്കൽ കോളേജിൽ മലയാളി സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ട്. ഈ 7 മെഡിക്കൽ കോളേജും പോയി കണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് കുട്ടികളോട് സംസാരിച്ച് യൂണിവേഴ്സിറ്റി കണ്ട് അവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കണ്ട് അവിടെയുള്ള ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും എല്ലാം കുട്ടികളോട് സംസാരിച്ചും യൂണിവേഴ്സിറ്റിനോട് സംസാരിച്ചും അവിടെയുള്ള സർവീസ് പാർട്ട്നേഴ്സുമായിട്ട് സംസാരിച്ചിട്ടും നേറ്റീവ്സുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ മനസ്സിലാക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. എക്സ്പ്ലോറിംഗ് യൂണി ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത് ഒരുപാട് ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങിയ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കാണണം അറിയണം എന്ന് ആഗ്രഹമുള്ള മാംഗ്ലൂരിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ആയിട്ടുള്ള യനപ്പുയ മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ യനപ്പുയ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരുപാട് കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ മലയാളികൾ, അതായത് ഏറ്റവും കൂടുതൽ മലയാളികൾ മാംഗ്ലൂരിൽ പഠിക്കുന്ന യനപ്പുയ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവിടെ തന്നെ ആദ്യം പോയി കാണാം, ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ അക്ഷയും കൂടെ ഉണ്ട്. അപ്പോൾ അക്ഷയ് കുറച്ച് എന്തെങ്കിലും വർക്കിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മംഗലാപുരത്ത് ഏകദേശം 7ഓളം കോളേജുകളാണുള്ളത്. ഈ ഓരോ കോളേജിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് യനപ്പുയ മെഡിക്കൽ കോളേജിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയനും ലാബ്സും കടാവർ ഡിസെക്ഷൻ ലാബ്സും എന്ന് തുടങ്ങിയ നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ കാണേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് കാണാം. ഞങ്ങൾ മംഗലാപുരത്തുള്ള കോളേജ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മംഗലാപുരത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ രാവിലെ തന്നെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് നേരെ യനപ്പുയ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഇവിടെ മെഡിസിൻ അല്ലാത്ത ഒരുപാട് വേറെയും കോഴ്സുകളുണ്ട്, പാരാമെഡിക്കലും ആർട്സ് ഒക്കെ ആയിട്ട്. യനപ്പുയ മെഡിക്കൽ കോളേജിന് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. നമ്മളിന്ന് പോകുന്നത് അവരുടെ മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ള ദർലക്കട്ടയുള്ള ക്യാമ്പസിലാണ്. ഇതാണ് യനപ്പുയ മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ ബ്ലോക്ക്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ഞാൻ സ്റ്റുഡൻസിനെ ആരും കാണും നോക്കാം. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ഫാക്കൽറ്റീൻ്റെ പുറത്തെത്തിയപ്പോൾ അവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവരോട് സംസാരിച്ച് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇവരെല്ലാം ഒരു ക്ലാസ്സിലാണ്, 4th ഇയർ ഫൈനൽ ഇയറിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ പൊതുവെ യൂണിവേഴ്സിറ്റിയൊക്കെ? അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഹോസ്റ്റൽ കമ്പൽസറി ആണ്? ഇവിടെ ഹോസ്റ്റൽ 4.5 വർഷം ഹോസ്റ്റലിൽ തന്നെയാണ്. പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പുറത്ത് നിൽക്കുന്നുണ്ട്. എവിടെയായിരുന്നു നാട്ടില്? മലപ്പുറം. എല്ലാവരും മലപ്പുറം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട് എവിടെ? ടൗണിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് യനപ്പുയ എടുക്കാൻ കാരണം? അല്ല ഞാൻ ചോദിക്കണം, അതായത് നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യുമല്ലോ, അപ്പം പല രീതിയിലാണല്ലോ ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട കിട്ടിയതാണ്? ഓൾ ഇന്ത്യ കോട്ട കിട്ടിയിട്ട് എടുത്തതാണ്. ഇവിടെ നിങ്ങൾക്ക് കടാവർ അവൈലബിൾ ആണ് അല്ലേ? കടാവർ അവൈലബിൾ ആണ്. ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ക്ലിനിക്കൽ? ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. എങ്ങനെയുണ്ട്? രോഗികളുണ്ട് അവിടെ? പേഷ്യൻസ് ഉണ്ടോ? അത്യാവശ്യമുണ്ട്. ഓക്കെ ബ്രോ, എന്നാലേ ശരി, ബൈ. ശരിക്കും ഇന്ത്യയിൽ MBBS കോഴ്സിൻ്റെയും ഇന്റേൺഷിപ്പിൻ്റെ ഒക്കെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് NMC ആണ്. NMC എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ശരിക്കും ഇന്ത്യയിൽ 54 മാസത്തെ, അതായത് 4.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് കുട്ടികൾ ഗ്രാജുവേറ്റ് ആവുന്നില്ല. അത് കഴിഞ്ഞ് 12 മാസത്തെ ഇന്റേൺഷിപ്പും കൂടെ കഴിയുമ്പോൾ, അതായത് ടോട്ടൽ 5.5 വർഷം കഴിയുമ്പോഴാണ് ഗ്രാജുവേറ്റ് ആവുന്നത്. ഇന്ത്യയിൽ സാധാരണ ഇന്റേൺഷിപ്പ് ചെയ്യാറുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് സീറ്റ് കിട്ടാൻ ലേറ്റ് ആവുന്ന ഇഷ്യൂ ഒന്നുമില്ല. ഓരോ വർഷവും യനപ്പുയ മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സിന് 50ന്റെ അടുത്ത് മലയാളി സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാറുണ്ട്. ഞങ്ങളങ്ങനെ മെഡിക്കൽ ഫാക്കൽറ്റിയിലേക്ക് കയറിയ സമയത്ത് ആ ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈൻ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നി. അതായത് നടുവിൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർസ് ആണ്. ഈ സ്റ്റെയർസിന്റെ ചുറ്റുമായിട്ടാണ് ക്ലാസ് റൂം. ഈ സ്റ്റെയറിന്റെയും ക്ലാസ് റൂമിന്റെയും ഇടയ്ക്ക് ചെറിയൊരു പാസേജ് കൂടെ ഉണ്ട്. നമ്മൾ കയറി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഓരോ ഫ്ലോറിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ്, എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു മെയിൻ ബിൽഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് മറ്റ് 2 ബിൽഡിങ്ങുകൾ കൂടെ ഉണ്ട്. ഈ ബിൽഡിങ്ങുകളിലേക്ക് പോകാനുള്ള പാസേജും ഈ മെയിൻ ബിൽഡിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ആ ബിൽഡിങ്ങുകളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പാസേജിലൂടെ കയറി അടുത്ത ബിൽഡിങ്ങിലേക്ക് പോയി നോക്കി. ഞാൻ പോയ ആ ഒരു ബിൽഡിങ്ങിൽ ഫുള്ളായിട്ട് ലെക്ചർ ഹാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരു ലെക്ചർ ക്ലാസ്സിലേക്ക് കയറി നോക്കി. ഒരു ലെക്ചർ ആളുകൾ വന്നേക്കാണ്. യനപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ബാച്ചിൽ 250ഓളം സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അത്രയും കുട്ടികൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയുള്ള ലെക്ചർ ഹാളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ലെക്ചർ ഹാള്. അപ്പോൾ യനപ്പുഴ എന്ന് പറഞ്ഞത്
കുറച്ചൊരു 25 വർഷമായല്ലോ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ വൈറ്റ് ബോർഡ് ഉണ്ട്, വൈറ്റ് ബോർഡ് വേണമെങ്കിൽ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം. അതായത് സ്മാർട്ട് ക്ലാസ് റൂമാണ്, എയർ കണ്ടീഷൻഡ് ആണ്. അപ്പോൾ ഇവരുടെ ലെക്ചർ ഹാൾ കണ്ട സമയത്ത് ഇവരുടെ ക്ലാസ് ടൈമിങ്, അതായത് ഇവർക്ക് രാവിലെ 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. 8 to 10 പേർക്ക് തിയറി ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 to 1 പ്രാക്ടിക്കൽ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 to 4 അവർക്ക് പിന്നെയും തിയറി ആയിരിക്കും. ഈ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഫൈനൽ ഇയർ ഒക്കെ ആണെങ്കിൽ പിന്നെയും അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് അനാട്ടമി ഉണ്ടാവുക. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലാണ് അനാട്ടമി ഡൈസെക്ഷനും അത് കടാവർ ഡൈസെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഏനപ്പുഴ അലൂമിനി അസോസിയേഷനും റിസർച്ച് ഇൻഫോർമാറ്റിക്സ് ലാബുമാണ്. മെഡിസിനെ സംബന്ധിച്ചിടത്തോളം അലൂമിനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അലൂമിനി അസോസിയേഷനിൽ പ്രോപ്പറായിട്ടൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഡോക്ടേഴ്സിന് അറിയുമെങ്കിൽ മാത്രമാണ് അവർ ചിലപ്പോൾ PG ചെയ്യുന്നുണ്ടാവും, അവർ ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, അവർ ചിലപ്പോൾ ബാക്കിയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ നിന്നാണ് നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഇയർ മുതൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അലൂമിനി അസോസിയേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ AMC എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അറിയായിരിക്കും ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ AMC എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിക്ക്, അതായത് ആ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് ഫസ്റ്റ് ഇയർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അലൂമിനി അസോസിയേഷൻ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, കുട്ടിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലൂമിനി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഇനി പ്രാക്ടിക്കൽ ക്ലാസ് വരുന്ന സമയത്ത് ഈ 250ഓളം കുട്ടികളെ 50 കുട്ടികളുടെ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റും. ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രാക്ടിക്കൽസ് ഉണ്ടാവുക. ഇനി കടാവർ ഡിസെക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റൊട്ടേഷന് പോകുന്ന സമയത്ത് ഈ ചെറിയ ഗ്രൂപ്പുകളെ പിന്നെയും ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റും. ആ ഗ്രൂപ്പുകളിൽ ഓൾമോസ്റ്റ് 25 to 30 കുട്ടികളാണ് ഒന്നിലുണ്ടാവുക. അടുത്തൊരു ലെക്ചർ ഹാളിലേക്ക് വന്നേക്കാണ്. ലെക്ചർ ഹാൾ കണ്ട സമയത്ത് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്റീരിയർ ആയിട്ടൊന്നുള്ള തോന്നി. ഇതൊരു നോർമൽ ക്ലാസ് റൂം ആയിട്ടാണ്. ഇന്ത്യയിൽ ശരിക്ക് നമ്മളെ സീറ്റ് എത്ര ഒരു മെഡിക്കൽ കോളേജിന്റെ ഫെസിലിറ്റിക്ക് അനുസരിച്ച് എത്ര സീറ്റുകൾ ആ യൂണിവേഴ്സിറ്റി കൊടുക്കാമെന്നുള്ള തീരുമാനിക്കുന്ന NMC ആണ്. അപ്പോൾ NMC എനപ്പോഴേക്ക് ഇപ്പോൾ 150 സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫെസിലിറ്റി എനിക്കും കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ NMC അത് കൂട്ടും. ഇൻ കേസ് എന്തെങ്കിലും ഫെസിലിറ്റിയിൽ ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യും. അതായത് അതിന് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക്, അതായത് നിങ്ങളിപ്പം യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ നമുക്കവിടെ ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അത് NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ അത് നോക്കി യൂണിവേഴ്സിറ്റിക്ക് ഇന്ന ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള സീറ്റ് കപ്പാസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ആ സീറ്റ് കപ്പാസിറ്റിക്ക് വേണ്ട നിങ്ങളെ ലെക്ചർ ആളും സെമിനാർ ആളും കടാവർ സെക്ഷനുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. കാരണം അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. NMC അത് ഓൾറെഡി എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. സാധാരണ ഇവിടെ 8 മണി മുതൽ 10 മണി വരെ തിയറി ക്ലാസ്സും 10 മണി മുതൽ 1 മണി വരെ പ്രാക്ടിക്കൽ ക്ലാസ്സുമാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കടാവർ ഡിസെക്ഷൻ ഒക്കെയാണ് ആ സമയത്ത് ഉണ്ടാവുക. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ പിന്നെയും ക്ലാസ് ഉണ്ടാവും. പിന്നെ NMCയുടെ റൂൾ പ്രകാരം 80% മുകളിൽ അറ്റൻഡൻസ് നമുക്ക് ലെക്ചർ ആണെങ്കിലും ശരി പ്രാക്ടിക്കൽ ആണെങ്കിലും ശരി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കയറൽ കമ്പൽസറി ആണ്. ലെക്ചർ ആൾ കണ്ടിറങ്ങി. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. അതെ, കടാവർ ഡിസെക്ഷൻ ഹാൾ. മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഭാഗമായിരിക്കും കടാവർ ഡൈസെക്ഷൻ ഹാൾ. അപ്പം ഇവിടെ ഇപ്പം ഇത് ഒറിജിനൽ ബോണാണ് കേട്ടോ. ഈ കടാവർ ഡിസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെഡ് ബോഡികൾ കട്ട് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ബോഡിനെ കുറിച്ച് പഠിക്കുമല്ലോ, അതിനാണ്. ഈ ഡെഡ് ബോഡികളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കടാവർ എന്ന് വിളിക്കുന്നത്. കടാവർ ഡിസെക്ഷൻ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് കുറേ ടേബിളുകളാണ്. ഈ ടേബിളുകളിലേക്കാണ് കടാവറിനെ കൊണ്ടുവന്ന് കിടത്തുന്നത്. അപ്പോൾ ഇവിടെയാണ് അവർ കടാവർ വെച്ചിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഡൈസെക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 കുട്ടികളിലെ ഒരു ബാച്ചിലേക്ക് 8 കടാവറുകളാണ് ഉണ്ടാവുക. മൊത്തം 250 കുട്ടികളെ 8 ഗ്രൂപ്പുകളാക്കി ഓരോ ഗ്രൂപ്പിനും ഓരോ കടാവറായിട്ട് വീതിച്ചു കൊടുക്കും. ആ കടാവറാണ് അവർ ഡിസെക്ട് ചെയ്ത് പഠിക്കുന്നത്. എനിക്കൊരിക്കലും ഇവിടുത്തെ കടാവറോ അല്ലെങ്കിൽ പാർട്സോ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് എത്തിക്കലി റൈറ്റ് ആയിട്ടുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ലാബും അതിൻ്റെ ഫെസിലിറ്റീസുമാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇയറിനേക്കും സെയിം 8 കടാവർ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരേ കടാവറായിരിക്കില്ല ഒരേ ഗ്രൂപ്പിന് എല്ലാ അപ്പയും കിട്ടുന്നത്. ഇപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് പിന്നെ ഡൈസെക്ട് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിന് ചിലപ്പം അടുത്ത വീക്ക് വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന വേറൊരു കടാവറായിരിക്കും. അവർക്കിപ്പം അബ്ഡോമിനാണ്, അബ്ഡോമിന് വേറെ കടാവർ മാറുന്നില്ല. പക്ഷേ ആ ഗ്രൂപ്പിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ആ 8 കടാവറിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് തന്നെ അവർ കൊടുക്കണം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എൻ്റെ ഇയറിനേക്കും ഒരു കടാവർ ഡൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആ കടാവർ കംപ്ലീറ്റ് ഡൈസെക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പാർട്സ് കംപ്ലീറ്റ് അവർ ഡിസ്പോസ് ചെയ്യുന്നില്ല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ പാർട്സും, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓരോ സ്പെസിമെൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ സ്പെസിമെന് ആ പാർട്സ് വെച്ച് കൊടുക്കണം. ആ സ്പെസിമെന് വേണ്ടിയിട്ട് ഈ കടാവറിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെസിമെന് മാറ്റിയെടുക്കും, അത് ബോൺസ് മാറ്റിയെടുക്കും. അതുപോലെ തന്നെ അവർക്ക് ഡിസ്പോസ് ചെയ്യുന്നത് വളരെ വല്ലാതെ ഡൈസെക്റ്റ് ആയ ടിഷ്യൂസ് ഒക്കെ മാത്രമാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്.
അത് എന്തെന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ ഉള്ളിലാണ്, അതായത് അതാണ് കഡാവർ കീപ്പ് ചെയ്തേക്കുന്ന റൂം. അങ്ങനെ കഡാവർ ഡിസെക്ഷൻ ലാബും കഡാവേഴ്സ് ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് അനാട്ടമി ആൻഡ് ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സാധാരണ ഇന്ത്യയിൽ അനാട്ടമിയും ഹിസ്റ്റോളജിയും രണ്ടും ഒന്നിച്ചാണ് അതിന്റെ എക്സാമും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ 10 മണി മുതൽ 12 മണി വരെ പ്രാക്ടിക്കൽ ആണെന്ന്. ശരിക്കും ഫസ്റ്റ് ഇയറിൽ അത് കഡാവർ ഡിസെക്ഷൻ ആണ് ഉണ്ടാവുക. ആഫ്റ്റർനൂൺ ആഴ്ചയിൽ 4 ദിവസത്തോളം പ്രാക്ടിക്കൽ ഉണ്ടാവും. അതിലാണ് ഹിസ്റ്റോളജിയുടെയും ഫിസിയോളജിയുടെയും ബയോകെമിസ്ട്രിയുടെയും എല്ലാം പ്രാക്ടിക്കൽ ഉണ്ടാവുക. സാധാരണ ഇന്ത്യയിൽ 3 ഇന്റേണൽ എക്സാമുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ വർഷാവസാനം ഫൈനൽ എക്സാം ഉണ്ടാവും. അതായത് 100 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. അതിൽ 20 മാർക്കിന് MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും, 80 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് റിട്ടേൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഈ അനാട്ടമിയും ഹിസ്റ്റോളജിയൊക്കെ ഒന്നിച്ചായതുകൊണ്ട് അനാട്ടമിയുടെയും ഹിസ്റ്റോളജിയുടെയും എക്സാം സെപ്പറേറ്റ് ആയിരിക്കില്ല, ഒന്നിച്ചാണ് ഉണ്ടാവുക. എക്സാമിൽ 100 മാർക്കിൽ 50% മാർക്ക്, അതായത് 50 മാർക്ക് കിട്ടിയാലാണ് ഫൈനൽ എക്സാം നമ്മൾ പാസ്സാവുക. ഇൻ കേസ് നമുക്ക് 50% കുറവാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. ഫെയിൽ ആയി കഴിഞ്ഞാൽ സേ എക്സാം ഉണ്ടാവും. സേ എക്സാമും ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് ആവും. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണെങ്കിൽ നമുക്ക് ആ സബ്ജക്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ക്ലിയർ ചെയ്താൽ മതി. ഇന്ത്യയിൽ ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഇയർ ബാക്ക് ഉള്ളൂ. ഫസ്റ്റ് ഇയർ 4 വർഷത്തിനുള്ളിൽ എഴുതിയെടുക്കണം. അതുപോലെ എൻഡർ കോഴ്സും 9 വർഷത്തിനുള്ളിൽ എഴുതിയെടുക്കണം. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, ഇന്ത്യയിൽ 5.5 വർഷത്തെ കോഴ്സ് അല്ലേ, അതിൽ 4.5 വർഷം കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പ് ആണല്ലോ. ഈ 4.5 എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ശരിക്കും 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും വർഷം 1 വർഷം തന്നെയാണ്. ഫൈനൽ ഇയർ ആണ് ഏകദേശം 1.5 വർഷം വരുന്നത്. അങ്ങനെയാണ് 4.5 വർഷം എഡ്യൂക്കേഷൻ വരുന്നത്. ഇന്ത്യയിൽ 2019 മുതൽ CBME ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. അതായത് തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ആണത്. CBME കുറിച്ച് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ എല്ലാ ലാബുകളിലും സാധാരണ +2 ഉള്ളതുപോലെ തന്നെ റെക്കോർഡ് ബുക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഇവിടെ 2 സെക്ഷൻ ഉണ്ട് ശരിക്കും. അതായത് നമ്മൾ ഡൈസെക്ട് ചെയ്ത് കണ്ട് പഠിക്കാൻ, നേരെ കണ്ടുകൊണ്ട് കണ്ടു പഠിക്കാൻ പറ്റുന്ന സെക്ഷനാണ് നമ്മൾ നേരത്തെ പോയി കണ്ടത്, കഡാവർ ഡൈസെക്ഷൻ്റെ സെക്ഷൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ കണ്ണുകൊണ്ട് നേരെ കണ്ട് കഡാവറിൻ്റെ പാർട്സ് എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഈ ഒരു ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നേരെ പഠിക്കാൻ പറ്റില്ല, പക്ഷേ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കാണാൻ മാത്രം പറ്റുന്ന സാധനങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ തന്നെ പല ബാക്ടീരിയാസും അതുപോലെ തന്നെ പല സാധനങ്ങളും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ കണ്ടുകൊണ്ട് കാണൂല. അപ്പോൾ എന്താ വെച്ചാൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കണ്ടുവരും. ആ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ലാബിൽ, അതായത് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഈ ഒരു ലാബിൽ നമ്മൾ പഠിക്കേണ്ടത് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള സ്റ്റാൻഡുകളാണ്. അതേപോലെ തന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും എന്താണെന്ന് വെച്ചാൽ വാഷ് ബേസ് ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയാണ് കാണാനുള്ളത്. പിന്നെ അവിടെ ഒരു ചെറിയ ക്ലാസ് റൂം ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ലെക്ചർ ഹാൾ പോലെ തന്നെ സെയിം ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെയാണ്. അപ്പോൾ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങാണ്. മെഡിസിനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിസിയോളജിയുടെ. നമ്മുടെ ബോഡിയിലുള്ള ഫംഗ്ഷനുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്. അതായത് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ശരീരം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ബോഡി ടെമ്പറേച്ചർ, മസിൽ ചുരുങ്ങുന്നതും നിവരുന്നതും ഇങ്ങനെ തുടങ്ങിയ ബോഡി ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കുകയാണ്. ഫിസിയോളജി ലാബിൽ നമ്മൾ പ്രധാനമായിട്ടും ബ്ലഡ് എക്സ്പെരിമെന്റ്സ്, അതുപോലെ ബ്ലഡ് കോട്ട് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കുക, RBC WBC പോലുള്ളത് ബ്ലഡ് എന്ന് കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യുക. ഡിഫറെന്റ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ കുഞ്ഞു ലൈബ്രറിയാണ്, അതായത് ബുക്സ് ഒക്കെ എടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ലൈബ്രറിയാണ് ഇവിടെ ഉള്ളത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ യൂണിറ്റ് ആണിത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജസ്റ്റ് ഒരു ഡോർ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ഡോറാണെന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശരിക്കും കുറേ ക്ലാസ് റൂമുകൾ കൂടിയിട്ടാണ്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു എനിക്കൊന്ന് വൈവൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊഫസറിൻ്റെ ഒരു റൂമാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങാണ്. ഇനി അടുത്ത ഈ ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ആ ഒരു മെഡിക്കൽ ബ്ലോക്കിൻ്റെ, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ട പോലെ തന്നെയാണ്. നമുക്ക് എന്താ വെച്ചാൽ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് അബൌട്ട് ഇത് ഫുള്ള്, അതായത് കോണികളാണ്. മുകളിലേക്ക് കോണി ഇങ്ങനെ ഉണ്ടാവും, അതായത് സ്റ്റെയർ ആണ്. മുകളിലേക്ക് ഫുള്ള് സ്റ്റെയർ ആണ്. ഇവിടെ ഈ ഒരു റൗണ്ട് ഭാഗത്ത് ഫുള്ള് സ്റ്റെയർ ആണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ അത് ഫിസിയോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ താഴെ അനാട്ടമിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അടുത്ത ബിൽഡിങ്ങുകൾ, 2 ബിൽഡിങ്ങുകൾ നമ്മൾ അങ്ങോട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റെയർസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ ആണ്. അപ്പോൾ താഴെ ഇങ്ങനെയുള്ള ഒരു സ്റ്റെയറിലൂടെ പോയിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ലെക്ചർ ആളൊക്കെ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഇതുപോലുള്ള സ്റ്റെയറിലൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാനത് പോകാം. അതിൻ്റെ മുന്നേ നമുക്ക് വെച്ചാൽ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കയറാം. നമ്മൾ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നേരത്തെ കയറിയത്. ഇനി ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് കയറാം. ഇതുവരെ ക്ലാസ് റൂം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് റൂം ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് കുറേ ക്ലാസ് റൂമുകൾ ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ ക്ലാസ് റൂമിനും ഒരേ സ്ട്രക്ചറാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും കയറണില്ല. ഇതാണ് ക്ലാസ് റൂമിൻ്റെ സ്ട്രക്ചർ. ഫാർമക്കോളജി ലബോറട്ടറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മെഡിസിൻസ് ആണ്. എന്തായാലും മെഡിസിൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും. മെഡിസിൻ്റെ റിസർച്ചും മെഡിസിൻ്റെ പ്രോസസ്സിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഫാർമക്കോളജിയുടെ ലാബിലേക്ക് പോയ സമയത്ത് അവിടെ മെഡിസിൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൽബിനോ മൈസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റുവർട്ട് ലിറ്റിൽ കാർട്ടൂണിലൊക്കെ പോലുള്ള വെള്ള എലികൾ. ഹ്യൂമൻ ബോഡിയിൽ ഒരു മെഡിസിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഹ്യൂമനിന് റിലേറ്റഡ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻസ് തരുന്ന ഈ മൈസുകളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ ടൈപ്പ് മൈസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എലികളിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഹ്യൂമനിൽ അത്
എന്ത് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ടാണ് ഹ്യൂമൻ നോക്കുള്ളത്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള എലികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മെഡിസിൻസൊക്കെ ഡ്രഗ്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈസുകളാണ്. അപ്പോൾ പല ഏജിലുള്ള മൈസുള്ള ഓരോ സെക്ഷൻ ആക്കിയിട്ട് മാറ്റി വെച്ചേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര വെയിറ്റ് ഉണ്ട്, എത്രയാണ് വാട്ടർ കൺസപ്ഷൻ, എത്രയാണ് ഏജ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ കാണാനുള്ളത് ഫാർമക്കോളജി ലാബിൽ. വേറെ ഒന്നുമില്ല, ഇത് ഓപ്പൺ ലാബാണ്, ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങാണ്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് കണ്ടുപോകാം. ഇതിപ്പോൾ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ബയോകെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും ബോഡിയിലെ കെമിക്കൽ റിയാക്ഷൻസ്, മോളിക്കുലർ മെക്കാനിസം, മെറ്റാബോളിസം, വിറ്റമിൻസ്, മിനറൽസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ബയോകെമിസ്ട്രിന്റെ പ്രാക്ടിക്കൽ ലാബിൽ ഷുഗർ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പ്രോട്ടീൻ ടെസ്റ്റ് ഇതുപോലുള്ള ടെസ്റ്റുകളായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക. ഇതാണ് അവരുടെ ബീക്കറും കാര്യങ്ങളൊക്കെ, ടെസ്റ്റ് ട്യൂബുകളും ബീക്കറുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്ന റൂമാണിത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇവിടെ കാണാനുള്ളൂ. ഞാൻ അധികം എന്ത് ചെയ്യുന്നില്ല, ഓരോ സ്ഥലത്തും ഡിലേ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് പോകും. ഇനി നമ്മൾ പോകുന്നത് മൈക്രോബയോളജിയുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. മൈക്രോബയോളജിയിൽ നമ്മൾ പ്രധാനമായിട്ടും മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് പാരസൈറ്റ്സിനെ കുറിച്ചിട്ടും ബാക്ടീരിയനെ കുറിച്ചിട്ടും ഇമ്മ്യൂണോളജിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ഞങ്ങൾ പോയത് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. എങ്ങനെയാണ് രോഗങ്ങൾ തുടങ്ങുന്നത്, എങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള പഠനമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പോൾ മ്യൂസിയം ആണിത്. അവിടെ ഒരുപാട് സ്പെസിമെൻസും കേസുകളും ഗ്ലാസ് ബോട്ടിലിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തേർഡ് ഫ്ലോറിലെത്തി. ഇവിടെ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക്സ് മെഡിസിൻ, അതേപോലെ തന്നെ മെഡിസിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൾ എഡ്യൂക്കേഷൻ യൂണിറ്റ് 3 അപ്പോൾ ആദ്യം തന്നെ കമ്മ്യൂണിറ്റി മെഡിസിനിലേക്ക് കയറാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ മെയിൻലി ക്ലാസ് റൂമുകളായിട്ട് ഉണ്ടാവുക. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതിൻ്റെ ഇത് നോർമലിയുള്ള അതിൻ്റെ കേസുകളൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ന്യൂട്രീഷൻ സ്പെസിമെൻസിൻ്റെ ഒക്കെ ഡെമോ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാനിപ്പം ഉള്ളത് റിസർച്ച് സെൻറ്ററിലാണ്. ഇവിടെ സ്റ്റുഡൻസ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ജസ്റ്റ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്ക് ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഫോറൻസിക് മെഡിസിൻ സാധാരണ തേർഡ് ഇയറിലാണ് ഉണ്ടാവുക. പ്രധാനമായിട്ടും ലീഗൽ കേസുകൾ, അതായത് കൊലപാതകം പോലുള്ള കേസുകളിൽ ഐഡന്റിഫിക്കേഷൻ ചെയ്യാനും ഏജ് ഡിറ്റക്ട് ചെയ്യാനും ഇഞ്ചുറി അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. പിന്നെ ഓട്ടോപ്സി, അതായത് പോസ്റ്റ്മോർട്ടം നമുക്ക് പഠിക്കാനുണ്ട്. ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക. അപ്പം ഇതാണ് ഫോറൻസിക് മെഡിസിൻ്റെ മ്യൂസിയം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ കേസുകൾ. അതായത് ഓരോ ഫോറൻസിക്സിൻ്റെ ഇപ്പം ഇൻ കേസ് എങ്ങനെയും നമുക്ക് എന്താ വെച്ചാൽ ഡെത്ത് സംഭവിക്കാം. അപ്പോൾ അതിനുള്ള ഓരോ കേസുകളാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയം കാണാൻ വേണ്ടി പോയി. എന്തായാലും ഞങ്ങൾ പോയ ദിവസമായിരുന്നു അവിടെ BBA സ്റ്റുഡൻസിൻ്റെ ഫ്രഷേഴ്സ് ഡേ. ഇതാണ് എനപ്പയുടെ ഓഡിറ്റോറിയം. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുകയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളിവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ആ ഓഡിറ്റോറിയം മുഴുവനായിട്ട് കണ്ടിട്ട് എനപ്പയുടെ ലൈബ്രറിയിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. മലയാളി സ്റ്റുഡൻസ് ഇവിടുന്ന് കളിക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വലിയൊരു വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട്. എനപ്പുഴ യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഒരു ക്യാമ്പസ് ശരിക്ക് മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞിട്ട് ഒരു പാർക്കിൻ്റെ വൈബാണ്. ഞങ്ങൾ നേരെ പോയത് സെൻട്രൽ ലൈബ്രറിയിലേക്കാണ്. ഇതിപ്പം മെഡിസിൻ ആണെങ്കിൽ ശരി, ബാക്കിയുള്ള കോഴ്സുകളാണെങ്കിൽ ശരി, ഏതിനായാലും സെയിം ലൈബ്രറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബുക്സൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്ന ലൈബ്രറിയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ്. ഇവിടെ നിന്നാണ് ബുക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നതൊക്കെ. ഞങ്ങളങ്ങനെ ലൈബ്രറിയിൽ കയറിയ സമയത്ത് ലൈബ്രറിൻ്റെ ഉള്ളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഡിവിഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വന്നിരുന്ന് വായിക്കാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയ റീഡിംഗ് ഹാളും അവിടെ ഉണ്ടായിരുന്നു. ഈ ലൈബ്രറിയിൽ വന്നുകൊണ്ട് പല കോഴ്സുകൾ പഠിക്കുന്ന ഒരുപാട് മലയാളി സ്റ്റുഡൻസിനെ കാണാനും പരിചയപ്പെടാനും പറ്റി. മെയിൻ ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെ ഈ ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെയാണ് കുട്ടികൾക്ക് ബ്രൗസ് ചെയ്യാനും ബുക്സ് വായിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് പീരിയോഡിക്കൽ സെക്ഷൻ. ഓരോ സെക്ഷൻ ആയിട്ടുണ്ട്. നഴ്സിംഗ്, പെയിൻ, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, മെഡിസിൻ, ഡെന്റൽ, അങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ടാണുള്ളത്. ഇവിടെ മെഡിസിൻ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് അല്ല. അതായത് മെഡിസിൻ്റെ ഒരു ബ്ലോക്കാണത്, അതേപോലെ തന്നെ മെഡിക്കൽ ബ്ലോക്കാണത്. അതുപോലെ തന്നെ ഡെന്റലിൻ്റെ അപ്പുറമുണ്ട്, ഫിസിയോതെറാപ്പിൻ്റെ അപ്പുറമുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചേക്കണം. എല്ലാം കോമൺലി ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവർ മാംഗ്ലൂരുള്ള സ്റ്റുഡൻസാണ്. കറണ്ട് ഡെന്റൽ പഠിക്കണല്ലേ, ഡെന്റൽ പഠിക്കണം. നമുക്ക് ശരിക്കും മെഡിസിനെ സംബന്ധിച്ചിടത്തോളം റീഡിംഗ് ഏരിയ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോളജിൽ അത്രയും റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും. കാര്യം നമ്മൾ അത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓരോ സെക്ഷൻ എടുത്തിട്ട് ഓരോ സ്പെഷ്യലൈസേഷൻ നമ്മൾ റിസർച്ച് ചെയ്ത് മുന്നോട്ടേക്ക് പഠിക്കുകയാണെങ്കിൽ, ഇപ്പം അനാട്ടമി ആണെങ്കിൽ ഒരു സ്പെസിഫിക് പാർട്ട് എടുക്കുകയാണെങ്കിൽ ആ പാർട്ട് നല്ല രീതിയിൽ ബുക്കുകൾ വായിച്ച് അതിൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്ത് പോകുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം നമുക്കുണ്ടാവും. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും ലാബും ഓഡിറ്റോറിയവും ഗ്രൗണ്ടും ലൈബ്രറിയും എല്ലാം കണ്ടിറങ്ങി. എനപ്പുഴ മെഡിക്കൽ കോളേജിൽ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇന്ത്യയിൽ MBBS പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് MBBS പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുകളിലൊന്നാണ് എനപ്പുഴ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറയാണ്, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മാംഗ്ലൂർ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു മെഡിക്കൽ കോളേജ് കാണാൻ പോകണം.